ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻട്രപ്റ്റ്സിനെ കുറിച്ചാണ്. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മളിപ്പോൾ ഡീൽ ചെയ്യുന്നുള്ളൂ. വാട്ട് ആർ ഇൻട്രപ്റ്റ്സ് ആൻഡ് ഔട്ട്ലൈൻ ദ ആക്ഷൻസ് ടേക്കിംഗ് പ്ലേസ് ഇൻ എ പ്രോസസ്സർ വൺസ് ആൻ ഇൻട്രപ്റ്റ് ഹാസ് ബീൻ റൈസ്ഡ്. സോ ഒരു ഇൻട്രപ്റ്റ് റൈസ് ചെയ്യുന്ന സമയത്ത് ഇൻട്രപ്റ്റ് റൈസ് ചെയ്യുന്നത് ആരാണ്? നമ്മളുടെ IO ഡിവൈസസ് ആയിരിക്കും, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആയിരിക്കാം, അല്ലെങ്കിൽ അതായത് ഹാർഡ്വെയർ ഡ്രിവൺ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ആയിട്ടായിരിക്കും ആര് ഇനിഷ്യേറ്റ് ആവുന്നത്? ഒരു ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് അവിടെ എനേബിൾ ആവുന്നത് അല്ലേ. സോ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമലി ഇത് നമ്മുടെ CPU-ൻ്റെ അറ്റൻഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്സറിൻ്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇതെന്ന് പറയുന്നത് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ പ്രോസസ്സർ ആയിരിക്കും എക്സിക്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നമുക്ക് ഇവിടെ ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് എന്ത് വേണം? നമുക്ക് പ്രോസസ്സറിൻ്റെ അറ്റൻഷൻ കിട്ടണം. സോ ദെയർ കംസ് ദ റോൾ ഓഫ് ദിസ് ഒരു റിക്വസ്റ്റ്. ഏത് റിക്വസ്റ്റാണ്? ഇൻട്രപ്റ്റ് റിക്വസ്റ്റ്. ഓക്കെ, ദെൻ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്താണെന്ന് നോക്കാം. ഇൻട്രപ്റ്റ്സ് ആർ സിഗ്നൽസ് സെൻഡ് ബൈ ഹാർഡ്വെയർ ഡിവൈസസ് ഓർ സോഫ്റ്റ്വെയർ പ്രോസസ് ടു ദ CPU ടു ടെമ്പററി ഹോൾഡ് ഇറ്റ്സ് കറണ്ട് ആക്ടിവിറ്റീസ് ആൻഡ് ഹാൻഡിൽ എ സ്പെസിഫിക് ഇവൻറ്റ്. ഓക്കെ, സോ അപ്പോൾ ഇത് ഇൻട്രപ്റ്റ്സ് ജനറേറ്റ് ചെയ്യുന്നത് ആരാണ്? ഒന്നുകിൽ ഒരു ഹാർഡ്വെയർ ഡിവൈസ് ആയിരിക്കാം. ഹാർഡ്വെയർ ഡിവൈസ് ഇൻ ദ സെൻസ് നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് IO ഡിവൈസസ് ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡ്രിവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ പാർട്ടായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? CPU ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി പോസ് ചെയ്തുകൊണ്ട് വേറൊരു ആക്ടിവിറ്റിയിലേക്ക് ഇൻവോൾവ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ടു ദ CPU ടു ടെമ്പററി ഹോൾഡ് ഇറ്റ്സ് കറണ്ട് ആക്ടിവിറ്റീസ് ആൻഡ് ഹാൻഡിൽ എ സ്പെസിഫിക് ഇവൻറ്റ്. അപ്പം ഈ ഒരു ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ആരാണോ ജനറേറ്റ് ചെയ്യുന്നത് അവരെ ആയിരിക്കും അടുത്തതായിട്ട് ആര് ഹാൻഡിൽ ചെയ്യുന്നത്? നമ്മുടെ CPU. അവരുടെ ഒരു പർട്ടിക്കുലർ ഇവൻ്റ് ആയിരിക്കും ആര് ഹാൻഡിൽ ചെയ്യുന്നത്? CPU ഹാൻഡിൽ ചെയ്യുന്നത്. ദെൻ നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ അസോസിയേറ്റഡ് വിത്ത് എൻ ഇൻട്രപ്റ്റ്. ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പെർഫോം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഒരു ഇൻട്രപ്റ്റ് ഉണ്ടെന്നുള്ളത് ആര് ഐഡൻറ്റിഫൈ ചെയ്യണം? നമ്മുടെ CPU, നമ്മുടെ പ്രോസസ്സർ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, സോ ദാറ്റ് ഇസ് ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദിസ് ഡിറ്റക്ഷൻ ഫേസ്. ഓക്കെ, സോ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ്സർ കണ്ടിന്യൂസ്ലി മോണിറ്റേഴ്സ് ഫോർ ഇൻട്രപ്റ്റ് സിഗ്നൽസ് ഫ്രം എക്സ്റ്റേണൽ ഡിവൈസസ് ഓർ ഇൻറ്റേർണൽ പ്രോസസ്സ്. നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻറ്റേർണൽ പ്രോസസ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു മീൻസ് ഒരു ഇൻട്രപ്റ്റിങ് നമ്മുടെ നോർമൽ IO ഡിവൈസസ് ആയിക്കോട്ടെ, അതിന് സിസ്റ്റം എന്ത് ചെയ്യും? പ്രോസസ്സർ എന്ത് ചെയ്യും? മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കും. അവർ എന്ത് ജനറേറ്റ് ചെയ്യുന്നുണ്ടോയെന്ന്, ഒരു ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഉണ്ടെങ്കിൽ അതിനെ ആര് ഐഡൻറ്റിഫൈ ചെയ്തു? നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്സർ ഐഡൻറ്റിഫൈ ചെയ്തു. ദാറ്റ് ഈസ് ദ ആക്ടിവിറ്റീസ് ഹാപ്പനിങ് ഇൻ ഡിറ്റക്ഷൻ സ്റ്റേജ്. ദ പ്രോസസ്സർ കണ്ടിന്യൂസ്ലി മോണിറ്റേഴ്സ് ഫോർ ഇൻട്രപ്റ്റ് സിഗ്നൽസ് ഫ്രം എക്സ്റ്റേണൽ ഡിവൈസസ് ഓർ ഇൻറ്റേർണൽ പ്രോസസ്സസ്. ഓക്കെ, ദെൻ വൺസ് ഒരു ഇൻട്രപ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ആരെന്ത് ചെയ്യും? നമ്മുടെ പ്രോസസ്സർ ഷുഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് നമ്മുടെ ഇൻട്രപ്റ്റിംഗ് ഡിവൈസ് അല്ലെങ്കിൽ പ്രോസസ്സുമായിട്ട് എന്ത് ചെയ്യണം? അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, അക്നോളജ്മെൻറ്റ്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ത് ത്രൂ ആണ്? ത്രൂ ആൻ അക്നോളജ്മെൻറ്റ് സിഗ്നൽ. ഓക്കെ, when an interrupt occurs, the CPU acknowledges it by pausing its current task and saving its state. അപ്പോൾ വൺസ് ഒരു ആക്ടിവിറ്റി സിസ്റ്റം ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും, നമ്മുടെ പ്രോസസ്സർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സ്റ്റേറ്റ് ഇൻഫർമേഷൻസ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? നമ്മുടെ പ്രോസസ്സർ അത് ബാക്ക് ചെയ്ത് വെക്കണം, അത് സേവ് ചെയ്ത് വെക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ആക്ടിവിറ്റി എന്നേക്കുമായിട്ട് തീർത്തിരിക്കുമല്ല, അതിനെ പോസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പുതിയൊരു ഇവൻറ്റിലേക്ക് നമ്മുടെ പ്രോസസ്സർ കയറുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? തിരിച്ച് ആ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ടാസ്കിലേക്ക് എന്ത് ചെയ്യണം? തിരികെ നമുക്ക് പ്രോസസ്സറിന് വരണം. സോ അപ്പോൾ എന്ത് ചെയ്യണം? എവിടാണോ സ്റ്റോപ്പ് ചെയ്തത് ആ സെക്ഷൻസ് എല്ലാം എന്ത് ചെയ്യണം? സേവ്ഡ് ആയിരിക്കണം അല്ലേ. സോ when an interrupt occurs, the CPU acknowledges it by pausing its current task and saving its state. This involves storing the content of the program counter and other relevant registers to memory. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഒരു ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ആദ്യം തിങ്ക് ഓഫ് ചെയ്യേണ്ടത് ആരെ പറ്റിയിട്ടാണ്? പ്രോഗ്രാം കൗണ്ടറാണ്. ബിക്കോസ് പ്രോഗ്രാം കൗണ്ടറാണ് എവിടെ നിന്നാണ് അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് പിക്ക് ചെയ്ത് തരുന്നത്. സോ അതിൻ്റെ ഡേറ്റാസ് എല്ലാം എന്ത് ചെയ്യും? സേവ് ചെയ്ത് വെക്കും. ഒരു അക്നോളജ്മെൻറ്റ് സിഗ്നൽ ആർക്ക് പാസ് ചെയ്ത് കൊടുക്കും? ആ ഒരു ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്ത ആരാണോ അവർക്ക് സേവ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ അക്നോളജ്മെൻറ്റ് എന്നുള്ളൊരു സിഗ്നൽ പാസ് ചെയ്യുന്നതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി വൺസ് ഒരു ഇൻട്രപ്റ്റ് അക്സെപ്റ്റ് ആയി കഴിഞ്ഞാൽ നേരെ നമ്മൾ എന്ത് ചെയ്യും? ഒരു സെഗ്മെൻറ്റ് ഓഫ് കോഡിലേക്ക് പോകും. ഒരു സെഗ്മെൻറ്റ് ഓഫ് കോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെക്ഷൻ, ഒരു കോഡിംഗ് സെക്ഷനുണ്ട്. ആ സെക്ഷനാണ് ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നമുക്ക് ഓരോ ആക്ടിവിറ്റീസ് ഉണ്ടാകും. ഇപ്പം നിങ്ങൾക്ക് ഒരു എക്സാമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എക്സാം രജിസ്ട്രേഷൻ നോട്ടിഫിക്കേഷൻ വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നമ്മൾ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യും, നിങ്ങളുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് കൊടുക്കും, പിന്നെന്താണ് നിങ്ങളുടെ സബ്ജക്റ്റ് സെലക്ഷൻ അവിടെ നടത്തും, എന്നിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യും. അപ്പം ഈ ഒരു സൈറ്റിലേക്ക് പോവുക, ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോഴേക്കും അതിനൊരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അത് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്, ഫസ്റ്റ് സെമസ്റ്റർ ആയാലും 7th സെമസ്റ്റർ രജിസ്ട്രേഷൻ ആയാലും എപ്പോഴും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്, രജിസ്ട്രേഷൻ പ്രോസസ്സിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഈ
ഈ ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് വെച്ചിട്ടായിരിക്കും അല്ലേ. നമ്മൾ ലോഗിൻ ചെയ്യുന്നു, നമ്മുടെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുന്നു, വി ആർ സെലക്ടിങ് ദ സബ്ജക്ട്സ് ആൻഡ് ഫൈനലി വി ആർ പേയിങ് ദ എമൗണ്ട് ആൻഡ് വി ആർ ലീവിങ് ദ സൈറ്റ്. ഓക്കെ, സോ ഇതൊരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. ഈ ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് പോലെ തന്നെ ഒരു ഇൻട്രോറ്റിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് ഓൾ തിങ്സ് ടു ബി ഹാപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് ഓഫ് കോഡുണ്ട്, ഒരു കോഡിംഗ് പോർഷൻ ഉണ്ട്. ഈ ആക്ടിവിറ്റീസിനെ നമ്മളൊരു സെറ്റായിട്ട് വിളിക്കുവാണെങ്കിൽ അതിനെയാണ് നമ്മളുടെ ഇൻട്രപ്റ്റ് സർവീസ് റൊട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻട്രപ്റ്റ് സർവീസ് റൊട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രപ്റ്റ് സർവീസ് റൊട്ടീൻ CPU then jumps into a predefined location in memory known as the interrupt service routine or interrupt handler. This routine is a piece of code. നമ്മൾ പറഞ്ഞു ഇതൊരു സെഗ്മെൻ്റ് ആണ്, കോഡിംഗ് സെഗ്മെൻ്റ് ആണ്, സ്പെസിഫിക്കലി ഡിസൈൻ ടു ഡീൽ വിത്ത് ദ ഇൻട്രപ്റ്റിംഗ് ഇവൻറ്റ്. ഒരു ഇൻട്രപ്റ്റിംഗ് ഇവൻറ്റിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് ഇപ്പോൾ നമുക്കൊരു സെമസ്റ്റർ രജിസ്ട്രേഷന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മളിനകത്ത് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഇൻട്രപ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇൻട്രപ്റ്റ് സർവീസ് റൊട്ടീനിൽ, അല്ലെങ്കിൽ ഇൻട്രപ്റ്റ് ഹാൻഡലർ അത് ചെയ്തോളും. ദെൻ എക്സിക്യൂഷൻ ഓഫ് ഇൻട്രപ്റ്റ് സർവീസ് റൊട്ടീൻ. ഇനി അടുത്തത് ISR എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് നോക്കാം. The ISR executes the necessary actions to handle the interrupt. These actions may include saving additional processor state if required. എന്തെങ്കിലും അഡീഷണൽ സ്റ്റേറ്റ് ഇൻഫർമേഷൻ സേവ് ചെയ്യണമെങ്കിൽ അത് സേവ് ചെയ്ത് വെക്കണം. ദെൻ ഇൻട്രപ്റ്റിംഗ് ഇവൻറ്റിൻ്റെ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യണം. ഡേറ്റ ആയിരിക്കാം അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആയിരിക്കണം, അതിനെ എന്ത് ചെയ്യണം? പ്രോസസ്സ് ചെയ്യണം. ദെൻ എക്സിക്യൂട്ടിംഗ് സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് ടു റെസ്പോണ്ട് ടു ദി ഇൻട്രപ്റ്റ്. അപ്പം ഇൻട്രപ്റ്റുമായിട്ട് എന്തെങ്കിലും അസോസിയേറ്റ് ചെയ്തേക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെ എന്ത് ചെയ്യണം? നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. ദെൻ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദ ഹാർഡ്വെയർ ഡിവൈസ് ഓർ സോഫ്റ്റ്വെയർ പ്രോസസ് ദാറ്റ് റേസ് ദ ഇൻട്രപ്റ്റ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആരാണോ അവിടെ ഇൻട്രപ്റ്റ് റേസ് ചെയ്തത് അവരുമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതൊരു ഹാർഡ്വെയർ ഡ്രിവൺ ഇൻട്രപ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡ്രിവൺ ഇൻട്രപ്റ്റ് ആയിരിക്കാം. ദെൻ ക്ലിയറിംഗ് ഓർ റീസെറ്റിംഗ് ദ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ്. ദെൻ ഫൈനലി വൺസ് നമ്മളുടെ ഇൻട്രപ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമുക്കിപ്പം ഒരു ഇൻട്രപ്റ്റിംഗ് റിക്വസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഇൻട്രപ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ആർ ക്ലിയറിംഗ് ഓർ റീസെറ്റിംഗ് ദ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ്. ഓക്കെ, ഇതാണ് ISRൽ നടക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ISR മാത്രമായിട്ടും ചോദിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ഔട്ട് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ദെൻ ഇത്ര ISR കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ നേരെ നമുക്ക് തിരിച്ചു വരാം, അതായത് ഇൻട്രപ്റ്റ് സർവീസ് അവിടെ കഴിഞ്ഞു. ദെൻ നമ്മുടെ പ്രോസസ്സർ എന്ത് ചെയ്യണം? അതിന് പ്രീവിയസ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ആക്ടിവിറ്റീസിന് എന്ത് ചെയ്യണം? റീസ്റ്റാർട്ട് ചെയ്യണം. വൺസ് ദ ISR കംപ്ലീറ്റ്സ് ദിസ് ടാസ്ക് ദ CPU റീസ്റ്റോഴ്സ് ദ സേവ്ഡ് സ്റ്റേറ്റ്. അതായത് അതിന് ഇതുവരെ എന്തെങ്കിലും സ്റ്റേറ്റ് ഇൻഫർമേഷൻസ് വല്ലതും സേവ് ചെയ്യാനുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറയത്തില്ല, ഇപ്പോൾ ക്യാരി ഉണ്ടായിരുന്നായിരിക്കാം പുതിയ ലാസ്റ്റ് ചെയ്ത ഓപ്പറേഷൻ, അങ്ങനെയാണെങ്കിൽ ക്യാരി വാല്യൂ സേവ് ചെയ്യുന്നുണ്ടായിരിക്കാം. പിന്നെ നമ്മളങ്ങനെ കുറേ സ്റ്റേറ്റ് ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന കുറേ കോൺടെക്സ്റ്റുകൾ കണ്ടില്ലേ, അതൊക്കെ എടുത്ത് നോക്കണം. ദെൻ ഇൻക്ലൂഡിംഗ് ദ പ്രോഗ്രാം കൗണ്ടർ ആൻഡ് അതർ രജിസ്റ്റർ വാല്യൂസ് ടു റെസ്യൂം ദ ഇൻട്രപ്റ്റിംഗ് പ്രോഗ്രാം ഓർ ടാസ്ക്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് പ്രയോറിറ്റി ആൻഡ് നെസ്റ്റിംഗ്. സോ ഓരോ ഇൻട്രപ്റ്റ്സിൻ്റെയും പ്രയോറിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ പഠിച്ചു എന്താ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് അസോസിയേറ്റ് ചെയ്തേക്കുന്ന ഒരു ഇൻട്രപ്റ്റ് വരുവാണെങ്കിൽ, നമ്മളുടെ ഒരു പ്രിൻ്റർ റിക്വസ്റ്റ് വന്ന് നിൽക്കുക, അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യം ഹാൻഡിൽ ചെയ്യുന്നത് ആരായിരിക്കും? ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന ഇൻട്രപ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതേപോലെ ഓരോ ഇൻട്രപ്റ്റ്സിനും എന്തുണ്ട്? ഓരോ പ്രയോറിറ്റീസ് ഉണ്ട്. ഇൻട്രപ്റ്റ്സ് മേ ഹാവ് ഡിഫറെൻറ്റ് പ്രയോറിറ്റീസ് ആൻഡ് ദ CPU മേ പ്രയോറിറ്റൈസ് ഹാൻഡ്ലിംഗ് ഹയർ പ്രയോറിറ്റി ഇൻട്രപ്റ്റ്സ് ഓവർ ലോവർ പ്രയോറിറ്റി വൺസ്. അപ്പോൾ CPU എപ്പോഴും ഹയർ പ്രയോറിറ്റി ഉള്ള ഇൻട്രപ്റ്റിനെ ആയിരിക്കും ഫസ്റ്റ് സെർവ് ചെയ്യുന്നത് റാദർ ദാൻ ദ ലോവർ പ്രയോറിറ്റി വൺസ്. ഓക്കെ, അഡീഷണലി ഇത് കൂടാണ്ട് ഇൻട്രപ്റ്റ് ഹാൻഡ്ലിംഗ് റൂട്ടീൻസ് മേ ദംസെൽസ് ബി ഇൻട്രപ്റ്റഡ് by higher priority interrupts leading to nested interrupt handling. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, വൺസ് ഒരു ഇൻട്രപ്റ്റിൽ നിൽക്കുവാണ് നമ്മുടെ സിസ്റ്റം, ആ സമയത്ത് എന്തുണ്ടാവാം? ഇൻട്രപ്റ്റ് വരാം. ഓക്കെ, അതായത് ഒരു നോർമൽ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ല നമ്മുടെ പ്രോസസ്സർ, ഇറ്റ്സ് ആക്ച്വലി എക്സിക്യൂട്ടിങ് ആൻ ഇൻട്രപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഭയങ്കര നമുക്ക് പെട്ടെന്ന് തീർക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻട്രപ്റ്റിന് ഒരുപാട് സമയം നമ്മൾ കൊടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്ത് വരുവാണ്? എഗെയിൻ ഒരു ഇൻട്രപ്റ്റ് വരാം. അപ്പോഴും അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഓക്കെ, പ്രോസസ്സർ. അപ്പോൾ ഇൻട്രപ്റ്റ് നെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾറെഡി ഇൻട്രപ്റ്റ് നിൽക്കുന്ന സമയത്ത് എഗെയിൻ കംസ് ആൻ അനദർ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇൻട്രപ്റ്റ് നെസ്റ്റിംഗ് എന്ന് പറയുന്നത്. റിട്ടേൺ ഫ്രം ഇൻട്രപ്റ്റ്. ഇനി അടുത്തത് ഇൻട്രപ്റ്റിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ISR ആൻഡ് റെസ്യൂമിംഗ് ദ ഇൻട്രപ്റ്റിംഗ് ടാസ്ക് ദ CPU കണ്ടിന്യൂസ് ഇറ്റ്സ് നോർമൽ എക്സിക്യൂഷൻ ഫ്ലോ ഫ്രം ദ പോയിന്റ് വെർ ഇറ്റ് ലെഫ്റ്റ് ഓഫ്. അതെവിടെയാണോ നേരത്തെ നിർത്തി വെച്ചിരുന്നത് അവിടെ നിന്ന് എന്ത് ചെയ്യും? നമ്മുടെ പ്രോസസ്സർ എന്ത് ചെയ്യും? റീസ്റ്റാർട്ട് ചെയ്യും. ഇറ്റ് റിട്രീവ്സ് ഓൾ ദ സേവ്ഡ് പ്രോഗ്രാം കൗണ്ടർ വാല്യൂസ് ആൻഡ് കണ്ടിന്യൂസ് എക്സിക്യൂട്ടീവ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദാറ്റ് ലൊക്കേഷൻ. അപ്പം ഈ പ്രോഗ്രാം കൗണ്ടറിൻ്റെ വാല്യൂവും അതർ സേവ് രജിസ്റ്റർ വാല്യൂസും എല്ലാം എന്ത് ചെയ്യും? അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ വാല്യൂസും എന്ത് ചെയ്യും? നമ്മളുടെ പ്രോസസ്സർ ട്രേസ് ചെയ്ത് പ്രോസസ്സർ എന്ത് ചെയ്യും? റെസ്യൂം ചെയ്യും. ആ ടാസ്ക് എല്ലാം എന്ത് ചെയ്യും? റെസ്യൂം ചെയ്യും. ഓക്കെ, ഇനി ഈ ഒരു ഫിഗർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് ഇറ്റ് ഈസ് ആൻ എസ്എ ക്വസ്റ്റ്യൻ ഒബ്വിയസ് ആയിട്ടും ട്രാൻസ്ഫർ ഓഫ് കൺട്രോൾ ത്രൂ ദ യൂസ് ഓഫ് ഇൻട്രപ്റ്റ്സ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ഈ ഒരു നോക്ക്, ഇവിടെ നമ്മുടെ കയ്യിൽ പ്രോഗ്രാം 1 ഉണ്ട്, പ്രോഗ്രാം 2 ഉണ്ട്. പ്രോഗ്രാം 1 ആണ് നമ്മുടെ നോർമലായിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. പ്രോഗ്രാം 2 എന്ന് പറഞ്ഞാൽ നമ്മളുടെ
ഒരു ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ആണ്. ഓക്കെ, ഒരു ഇൻറ്ററപ്റ്റ് ആണ്. അതൊരു പ്രിൻറ്റ് റൊട്ടീനാണ്, ഒരു പ്രിൻറ്റ് റിക്വസ്റ്റ് ആണ് വരുന്നത്. ഒരു കമ്പ്യൂട്ടർ നോർമൽ ഒരു കമ്പ്യൂട്ടേഷൻ, എന്തോ ഒരു ലോജിക്കൽ കമ്പ്യൂട്ടേഷൻ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സിസ്റ്റം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഫിഗർ കണ്ടാൽ അറിയാമല്ലോ, ഇവിടെ നോക്ക് 1 2 എക്സെട്രാ ടു എം ലൈൻസ് ആണ് നമ്മുടെ നോർമൽ പ്രോഗ്രാമിനകത്ത് ഉണ്ടായിരുന്നത്. ആ സമയത്ത് എന്ത് വരും? ഒരു ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് വരും, പ്രിൻറ്റ് റിക്വസ്റ്റ് വരും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ട്രാൻസ്ഫർ ഓഫ് കൺട്രോൾ നടക്കുന്നത് എന്നുള്ളത് വിത്ത് ആൻ എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒബ്വിയസ് ആയിട്ടും നിങ്ങളുടെ ആൻസർ ഷീറ്റിനകത്ത് വിത്ത് ദിസ് എക്സാമ്പിൾ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് നോക്കിയേ, ഒരു ഐ എന്ന് പറഞ്ഞിട്ടുള്ള 1 2 കഴിഞ്ഞിട്ട് ഒരു ഐ ഉണ്ട്. ഈ ഐയിൽ നിൽക്കുമ്പോഴാണ് എന്ത് വന്നിരിക്കുന്നത്? ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് വന്നിരിക്കുന്നത്. സോ അവിടെ വെച്ചിട്ട് ഒരു ഇൻറ്ററപ്റ്റ് വന്നു. ആ ഇൻറ്ററപ്റ്റ് വരുന്ന സമയത്ത് ആ കറസ്പോണ്ടിങ്ങുള്ള ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ. എങ്ങോട്ടേക്ക് പോകാൻ പാടുള്ളൂ? നമ്മുടെ ഇൻറ്ററപ്റ്റിംഗ് ഡിവൈസിൻ്റെ റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ദെൻ ഇവിടെ നോക്ക്, then വായിക്കാം. അസ്യൂം ദാറ്റ് ആൻ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് അറൈവ്സ് ഡ്യൂറിംഗ് ദ എക്സിക്യൂഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ ഐ എന്നുള്ള ഇൻസ്ട്രക്ഷൻ്റെ സമയത്താണ് ആര് വന്നിരിക്കുന്നത്? ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് വന്നിരിക്കുന്നത്. ദ പ്രോസസ്സർ ഫസ്റ്റ് കംപ്ലീറ്റ്സ് ദ എക്സിക്യൂഷൻ ഓഫ് ദ ഇൻസ്ട്രക്ഷൻ ഐ. അപ്പോൾ ഇൻസ്ട്രക്ഷൻ ഐ എന്നുള്ള ഇൻസ്ട്രക്ഷൻ, ഇപ്പോൾ നമ്മൾ ഐ എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ഷുഡ് ഫിനിഷ് ഇറ്റ് ഓഫ്. അതിനുശേഷം മാത്രമേ എങ്ങോട്ടേക്ക് പോകാൻ പാടുള്ളൂ? നമ്മളുടെ അടുത്ത ഇൻറ്ററപ്റ്റിംഗ് റിക്വസ്റ്റിലേക്ക് നമ്മൾ പോകാൻ പാടുള്ളൂ. ദെൻ ഇറ്റ് ലോഡ്സ് ദ പ്രോഗ്രാം കൗണ്ടർ. ഇനി അടുത്ത് എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് ആരാണ്? I+1 ആണ്. സോ I+1 എന്നുള്ള വാല്യൂ, ആ ലൊക്കേഷൻ ഇൻഫർമേഷൻ നമ്മൾ എവിടെ സേവ് ചെയ്തിടണം? നമ്മുടെ പ്രോഗ്രാം കൗണ്ടറിൽ സേവ് ചെയ്യണം വിത്ത് ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഓഫ് ദ ISR. ഓക്കെ, ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ ദ പ്രൊസസ്സർ ഹാസ് ടു കം ബാക്ക് ടു ദ ഇൻസ്ട്രക്ഷൻ I+1ലേക്ക് ആർക്ക് വരണം? നമ്മുടെ പ്രൊസസ്സറിന് തിരികെ വരണം. Therefore, when an interrupt occurs, the current content of the PC which points to I+1 is put in the temporary storage known as location is in a ടെമ്പററി സ്റ്റോറേജിന് നൗൺ ലൊക്കേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതൊരു ടെമ്പററി സ്റ്റോറേജിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു അഡ്രസ് വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. എ റിട്ടേൺ ഫ്രം ഇൻസ്ട്രക്ഷൻ അറ്റ് ദ എൻഡ് ഓഫ് ISR റീലോഡഡ് ടു ദ PC ഫ്രം ദ ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷൻ കോസിങ് ദ എക്സിക്യൂഷൻ ടു റെസ്യൂം അറ്റ് ഇൻസ്ട്രക്ഷൻ I+1. അപ്പോൾ ഒരു ടെമ്പററി സ്റ്റോറേജിൽ ഇപ്പോൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് എന്താണ്? I+1 ആണ്. ഓക്കെ, സോ I+1നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടെമ്പററി സ്റ്റോറേജിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. കാര്യം ഇനി പ്രോഗ്രാം കൗണ്ടർ പോകുന്നത് എങ്ങോട്ടാണ്? ഈ ഒരു ഇൻറ്ററപ്റ്റിംഗ് ബ്ലോക്കിലേക്കാണ്. പ്രോഗ്രാം കൗണ്ടറിൻ്റെ അടുത്ത അഡ്രസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇൻറ്ററപ്റ്റ് സർവീസ് റൊട്ടീനിലേക്കുള്ള അഡ്രസ്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ I+1 എന്നുള്ള വാല്യൂ, അതായത് ഇനി തിരിച്ചു വരേണ്ടത് എന്താണ്? I+1ലേക്കാണ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഇപ്പോഴുള്ള പ്രോഗ്രാം കൗണ്ടറിൻ്റെ വാല്യൂ, അതായത് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് എടുത്ത് വയ്ക്കും, ഒരു ടെമ്പററി മെമ്മറി ലൊക്കേഷനിലേക്ക് എടുത്ത് വയ്ക്കും. അതായിരിക്കും നമ്മൾ തിരികെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്? നമ്മുടെ PC-യിലേക്ക് ലോഡ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. Then when the processor is handling the interrupt, it must inform the device that its request has been recognized so that it removes its interrupt request signal. അതായത് വൺസ് നമ്മൾ ഒരു പ്രൊസസ്സർ അതിൻ്റെ ഒരു പർട്ടിക്കുലർ ഡിവൈസിൻ്റെ ഇൻറ്ററപ്റ്റിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സോ ഒരു ഇൻറ്ററപ്റ്റ് അക്നോളജ്മെൻറ്റ് സിഗ്നൽ പാസ് ചെയ്യും. ദിസ് മേ ബി അക്കംപ്ലിഷ്ഡ് ബൈ എ സ്പെഷ്യൽ കൺട്രോൾ കോൾഡ് ഇൻറ്ററപ്റ്റ് അക്നോളജ്മെൻറ്റ് സിഗ്നൽ ആണല്ലോ. ദ ടാസ്ക് ഓഫ് സേവിങ് ആൻഡ് റീസ്റ്റോറിംഗ് ദി ഇൻഫർമേഷൻ ക്യാൻ ബി ഡൺ ഓട്ടോമാറ്റിക്കലി ബൈ ദ പ്രൊസസ്സർ. എന്തിനെയാണ് സേവ് ചെയ്യുന്നതും റീസ്റ്റോർ ചെയ്യുന്നതും? ഈ ഒരു അഡ്രസ് വാല്യൂസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്നുള്ള ഇൻസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും വാല്യൂസ് കമ്പ്യൂട്ടഡ് ആയിട്ടുണ്ടായിരിക്കാം, ചില ഫ്ലാഗ് വാല്യൂസ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ടായിരിക്കാം. ആ ഇൻഫർമേഷൻസ് എല്ലാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം സേവ് ചെയ്യും. ഓക്കെ, the processor saves only the content of the program counter and status registers. Okay, it saves the minimal amount of information to maintain the integrity of the program execution. Okay, അപ്പോൾ നമുക്ക് സ്റ്റാറ്റസ് രജിസ്റ്റർ വാല്യൂസും പ്രോഗ്രാം കൗണ്ടർ വാല്യൂസും ബാക്ക് ചെയ്തുകൊണ്ടായിരിക്കും, സേവ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻറ്റർനെറ്റ് സർവീസ് റൊട്ടീനിലേക്ക് നമ്മൾ പോകുന്നത്. സേവിംഗ് രജിസ്റ്റേഴ്സ് ഓൾസോ ഇൻക്രീസ് ദ ഡിലേ ബിറ്റ്വീൻ ദ ടൈം ആൻഡ് ഇൻറ്റർപ്റ്റ് റിക്വസ്റ്റ് ഈസ് റിസീവ്ഡ് ആൻഡ് ദ സ്റ്റാർട്ട് ഓഫ് ദ എക്സിക്യൂഷൻ ഓഫ് ദ ഇൻറ്റർപ്റ്റ് സർവീസ് റൊട്ടീൻ. അപ്പോൾ ഈ ഒരു ഡിലേക്ക് വിളിക്കുന്ന പേരാണ് ഇൻറ്റർപ്റ്റ് ലാറ്റൻസി. സോ ചിലപ്പോൾ ചോദിക്കാം, ഡിസ്കസ് അബൌട്ട് ദ ടേം ഇൻറ്റർപ്റ്റ് ലാറ്റൻസി. വാട്ട് ഈസ് ദാറ്റ്? സോ ഒരു ഇൻറ്റർപ്റ്റിനെ നമ്മുടെ CPU പ്രോസസ്സർ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യണം? ഈ ഇൻറ്റർപ്റ്റ് സർവീസ് റൊട്ടീനിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുന്നേ ഇറ്റ് ഷുഡ് സേവ്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് സ്റ്റോർ ബാക്ക്. എന്തൊക്കെ വാല്യൂസാണ് സ്റ്റോർ ചെയ്യേണ്ടത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റസ് രജിസ്റ്റർ വാല്യൂസും പിന്നെന്താണ്? നമ്മുടെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ, അതായത് അടുത്ത ഏത് ഇൻസ്ട്രക്ഷനാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ് ഇൻഫർമേഷനും എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്ത് ബാക്ക് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ടൈം ഗ്യാപ്പാണ് എന്തെന്ന് പറയുന്നത്? ഇൻറ്റർപ്റ്റ് ലാറ്റൻസി. Saving registers also increase the delay between the time an interrupt request is received and the start of the execution of the ISR. This delay is called as interrupt latency. ദെൻ ലോങ് ഇൻറ്റർപ്റ്റ് ലാറ്റൻസി ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല.
Okay, the concept of interrupt is used in operating systems and in control applications where processing of certain routines must be accurately timed related to external events. This application is called as real-time processing. Real-time processing എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡ്രിവൺ ആയിട്ടുള്ള കൺട്രോൾ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അവിടെ നമുക്ക് പെട്ടെന്ന് അതായത് കൺട്രോൾ ആപ്ലിക്കേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതും ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ ഇൻറ്ററപ്റ്റ്സും നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യണം. അത് ഭയങ്കര ക്രൂഷ്യലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ക്ലാസ് റൂമിൽ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു. പ്രിൻസിപ്പൽ സാറാണ് നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഏറ്റവും പ്രയോറിറ്റി ആർക്ക് കൊടുക്കണമെന്ന് നമ്മൾ പഠിച്ചു, പ്രിൻസിപ്പൽ സാറിന് കൊടുക്കണമെന്ന് പഠിച്ചു അല്ലേ. അതേപോലെ തന്നെ ഹൈ പ്രയോറിറ്റി ആയിരിക്കും ആർക്കെന്ന് പറയുന്നത് OS ഡ്രിവൺ ആയിട്ടുള്ള ഒരു ഇൻറ്ററപ്റ്റിന്. അപ്പോൾ അങ്ങനെയുള്ള ഇൻറ്ററപ്റ്റുകളെ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്തിരിക്കണം, വേറെ ഏത് ഇൻറ്ററപ്റ്റ് നിൽക്കുവാണെങ്കിലും. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ റിയൽ ടൈം പ്രോസസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി എന്തിൽ പറയേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ഔട്ട്ലൈൻ ദ ആക്ഷൻസ് ടേക്കിംഗ് പ്ലേസ് ഇൻ എ പ്രോസസ്സർ വൺസ് ആൻ ഇൻറ്ററപ്റ്റ് ഹാസ് ബീൻ റൈസ്ഡ്. ഓക്കെ.